ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഖാലിസ്ഥാൻ ഭീകരവാദി നേതാവ് ഗുർബന്തൻ സിംഗ് പന്നു പങ്കെടുത്തതിൽ ഇന്ത്യക്ക് കടുത്ത അമർഷം. ഈ സത്യപ്രതിജ്ഞാ വേളയിൽ പന്നു പങ്കെടുക്കുകയും ഇന്ത്യക്കെതിരെ ഖാലിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ പന്നുവിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇതൊരു പ്രധാന വിഷയമായി മാറിയെന്നുള്ള വിവരങ്ങളുമുണ്ട്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത നാണക്കേടായിപ്പോയി. അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങ്. ആ ചടങ്ങിൽ ക്ഷണിതാവല്ലാതിരുന്നിട്ടും കരിഞ്ചന്തയിൽ നിന്ന് പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പന്നുവും കുറെ കൂട്ടാളികളും ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദിയുടെ ഒരു മൂലയിലെത്തി. അതിനു പിന്നാലെ ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെങ്കിൽ ഒടുവിൽ ക്യാമറ പന്നുവിനെ ഫോക്കസ് ചെയ്യുന്ന ഘട്ടത്തിൽ ഖാലിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഇന്ത്യക്കെതിരെ വലിയ വിദ്വേഷ പ്രചരണം നടത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഈ ഗുർബന്തൻ സിംഗ് പന്നു. കാലങ്ങളായി ഇന്ത്യ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന കൊടും ഭീകരൻ, ഇന്ത്യക്കെതിരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ ഗൂഢാലോചനകൾ നടത്തുന്ന കൊടും ഭീകരൻ, ഖാലിസ്ഥാൻ വാദമുയർത്തിക്കൊണ്ട് പഞ്ചാബിനെ വിഘടിപ്പിക്കാൻ ഉള്ള വലിയ പരിശ്രമം നടത്തുന്ന ആൾ, ലോകത്ത് മുഴുവൻ വിഘടനവാദവും ഇന്ത്യക്കെതിരെയുള്ള വലിയ കൊടും ഭീകര പ്രവർത്തനത്തിനും ഫണ്ടിങ് നടത്തുന്ന ആൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ മോദി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഫണ്ട് നൽകുന്നു എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ ഗുർബന്തൻ സിംഗ് പന്നു. ആ പന്നുവാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യം മുഴക്കിയത്. അത് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ ഇതിൽ ഇന്ത്യക്കുള്ള തീരാത്ത അമർഷം, കടുത്ത അമർഷം ഇന്ത്യ അമേരിക്കയുമായി പങ്കുവച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെ തന്നെ ആഭ്യന്തര അന്വേഷണത്തിന് ട്രംപ് ഉത്തരവിട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗുർബന്തൻ സിംഗ് പന്നുവിനെ ഇന്ത്യയിലേക്ക് നാടുകടത്താനുള്ള നീക്കം അമേരിക്കൻ ഭരണകൂടം ആരംഭിച്ചു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഗുർബന്തൻ സിംഗ് പന്നുവിനെതിരെ ഇന്ത്യ ഇത്ര കടുത്ത നിലപാടെടുക്കാൻ കാരണം ഖാലിസ്ഥാൻ ഭീകരവാദം പറഞ്ഞുകൊണ്ട് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഇന്ത്യ നിരോധിച്ച അല്ലെങ്കിൽ ഭീകര പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ മറവിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ പന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ചരട് വലിക്കുന്നു. എത്രത്തോളം പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപ് പന്നു നടത്തിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് കാനഡയിലെ ഭരണകൂടത്തെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കണം, ഇന്ത്യയുടെ വിമാന സർവീസുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകണം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അട്ടിമറികൾ ഉണ്ടാകണം, സ്ഫോടനങ്ങൾ ഉണ്ടാകണം, അങ്ങനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കണം. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗുർബന്തർ സിംഗ് പന്നു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി ഇന്ത്യക്കെതിരെ ഉയർത്തിവിട്ട വലിയ വിവാദ പ്രതികരണങ്ങൾ. അന്ന് തന്നെ ഇന്ത്യ നോട്ടമിട്ടതാണ്. പലതവണ ഇന്ത്യയുടെ അജ്ഞാതന്മാർ വട്ടമിട്ട് പറഞ്ഞതാണ് പന്നുവിന് ചുറ്റും. അതിൽ തന്നെ അമേരിക്കയിൽ ചില കേസുകളും എടുത്തിട്ടുണ്ട്. എന്നാൽ ആദ്യ ട്രംപ് സർക്കാർ അധികാരം ഒഴിഞ്ഞ ശേഷം വന്ന ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ ഈ പന്നുവിനെ പോലെയുള്ള കുറേ പന്നകൾക്ക് വലിയ പിന്തുണയാണ് നൽകിയതെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ നീരസം പല ഘട്ടങ്ങളിൽ ജോ ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ ഇതാ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ അധികാരമേൽക്കുന്ന ചടങ്ങിൽ തന്നെ എത്തി അന്താരാഷ്ട്ര ശ്രദ്ധ നടത്താൻ ഈ ഗുർബിന്ദർ സിംഗ് പന്നു നടത്തിയ ശ്രമമാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ തീരാ നാണക്കേടായിരിക്കുന്നത്. ഇന്ത്യ എന്ന ഏറ്റവും അടുത്ത രാജ്യത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മോശം പ്രവർത്തനം നടത്താൻ ഈ ട്രംപിൻ്റെ അധികാരമേൽക്കൽ ചടങ്ങ് വേദിയായി മാറി. അതിനെ വേദിയാക്കി മാറ്റി ഈ ഖാലിസ്ഥാൻ ഭീകരൻ. ഇത് സ്വാഭാവികമായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അല്പം ഉലയുന്നതിനോ അല്ലെങ്കിൽ മോശമാകുന്നതിനോ കാരണമാകേണ്ടതാണ്.
എന്നാൽ ഇന്ത്യ കൃത്യമായി ഈ വിഷയത്തിലുള്ള തങ്ങളുടെ നീരസം അമേരിക്കയെ അറിയിച്ചു. ഇന്ത്യയുടെ പരിഭവം കൃത്യമായി അമേരിക്ക ഉൾക്കൊണ്ടു. അതിനു പിന്നാലെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഗുർബന്ദർ സിംഗ് പന്നു അടക്കമുള്ള നിരവധി ഭീകരന്മാരെ ഇന്ത്യ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യ ഹിറ്റ് ലിസ്റ്റിലാക്കിയിട്ടുള്ള നിരവധി പേരെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ചില അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ട്രംപ് അധികാരത്തിലേറിയ ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിർത്തികളിൽ അടിയന്തരാവസ്ഥയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായതും ഈ അനധികൃത കുടിയേറ്റമാണ്. അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ, ഇന്ത്യക്കാരുടെ പൗരന്മാരെ തിരിച്ചയക്കണമെന്ന് തന്നെയാണ് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം അനധികൃത കുടിയേറ്റത്തെ ഒരു കാലത്തും ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇനി പ്രോത്സാഹിപ്പിക്കുകയുമില്ല. അങ്ങനെ കുറ്റവാളി കൈമാറ്റമടക്കമുള്ള വിവിധ കാര്യങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പന്നുവിനെതിരെയുള്ള നടപടിക്ക് അമേരിക്കൻ ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഖാലിസ്ഥാൻ ഭീകരവാദി നേതാവ് ഗുർബന്ധൻ സിംഗ് പന്നുവിനെ കൂടി ഇന്ത്യയിലേക്ക് നാടുകടത്താൻ, ഇന്ത്യക്ക് കൈമാറാൻ ഇന്ത്യ കാലങ്ങളായി തലയ്ക്ക് വിലയിട്ട് കാത്തിരിക്കുന്ന പന്നുവിനെ ഇന്ത്യക്ക് കൈമാറാനുള്ള നിർണായകമായ നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നത്. അങ്ങനെയല്ലെങ്കിൽ അമേരിക്ക ഒന്ന് കണ്ണടച്ചാൽ മതി, അജ്ഞാതന്മാർ അമേരിക്കയിലെത്തി ഈ പന്നുവെന്ന പന്നനെ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനു മുൻപും പലതവണ ഇന്ത്യ നടപ്പാക്കിയിട്ടുള്ളതാണ്. കാനഡയിലൊക്കെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളെ കുറിച്ച് വാതോരാതെ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന കനേഡിയൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അജിത് ഡോവലിന് ഇതിൽ പങ്കുണ്ട്. അജിത് ഡോവലിന്റെ പിള്ളേരുമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ട്രൂഡോ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഈ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലങ്ങളിൽ ശബ്ദിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യക്കെതിരെ ഏതെങ്കിലും വിദൂര രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചനയൊക്കെ നടത്തുന്ന ആളുകളെ അജ്ഞാതന്മാർ തെരുവിലിട്ട് തീർക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിന് പിന്നിൽ ഇന്ത്യ അല്ല എന്ന് ഇന്ത്യ തന്നെ പറയുന്നു. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആരൊക്കെയോ ആയിരിക്കാം. ഇതിപ്പം കാനഡയിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്, പാകിസ്ഥാനിൽ, പെഷവാറിൽ, റാവൽപിണ്ടിയിൽ, ഇങ്ങനെ ബംഗ്ലാദേശിലൊക്കെ തന്നെ ഇത് കാണുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു അജ്ഞാതൻ്റെ ഇരയായി മാറാൻ പന്നുവിനെ വിട്ടുകൊടുക്കുകയാണോ നല്ലത്, അതോ ഇന്ത്യയിലേക്ക് തന്നെ കയറ്റി വിട്ടുകൊണ്ട് ഇന്ത്യ എന്താണെന്ന് പന്നുവിനെ ഒന്ന് പഠിപ്പിക്കുകയാണോ നല്ലതെന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ്. എന്തായാലും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ട് തന്നെ പന്നുവിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ട്രംപിൻ്റെ അധികാരമേൽക്കൽ ചടങ്ങിനെ തന്നെ തൻ്റെ ഭീകരവാദത്തിനായി ഉപയോഗിച്ച പന്നുവിനി അധികകാലം അവിടെ നിൽക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.